ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായതോടുകൂടി ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അത് ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയായിരുന്നു. മലയാളികൾ ഇഷ്ടം പോലെ താമസിക്കുന്നതാണ്. പക്ഷെ അവിടെ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തെ മാത്രം ആക്രമിച്ചില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ഒമാനും ഇറാനും തമ്മിൽ ഉള്ള ബന്ധം ഊഷ്മളമാണ്. അത് ഇതുവരെ അരനൂറ്റാണ്ടോളായി മുറിഞ്ഞിട്ടില്ല. സ്വിറ്റ്സർലൻഡ് ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നാണ് ഒമാനെ വിശേഷിപ്പിക്കുക, അല്ലേ? ഗൾഫിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയുക. ദുബായ് മുതൽ ദോഹ വരെ ഉള്ള ഈ നഗരങ്ങളെയൊക്കെ ഇറാൻ ആക്രമിച്ചു. അപ്പോൾ ഒമാനെ വെറുതെ വിട്ടു. നമുക്കറിയാം, നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞാണ് ഒമാനായിരുന്നു അമേരിക്കയ്ക്കും ഇറാനും ഇടയിലെ പാലം മധ്യസ്ഥത വഹിച്ചതും ഒക്കെ. അപ്പോൾ 50 വർഷത്തെ ബന്ധമാണ് ഇത്. ഈ ഒമാനിലെ ദോഫാർ കലാപം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അത് സുൽത്താൻ ഖബൂസ് ബിൻ സായിദിനെതിരെ ആയിരുന്നു ആ ദോഫർ കലാപം. ദോഫർ കലാപം നടത്തിയത് മാർക്സിസ്റ്റുകളാണ്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഗ്രൂപ്പുകളാണ്. എല്ലായിടത്തും അരാജകത്വം വിതയ്ക്കുന്നവരാണല്ലോ മാർക്സിസ്റ്റുകൾ, കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ ദോഫർ റെബല്യൻ, 9 ജൂൺ റെവല്യൂഷൻ എന്നൊക്കെ പറയും, ജൂൺ 9 വിപ്ലവം, അത് 1965 ഈ ദോഫറിൽ അൽ അബു രാജവംശത്തിനെതിരെ നടത്തിയ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കലാപം ആണ് ദോഫർ കലാപം. ഒമാനിൽ അന്ന് ബ്രിട്ടീഷ് സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ സാന്നിധ്യത്തിനെതിരെ നടന്ന കലാപമാണിത്. കോളനി വാഴ്ച തകരട്ടെ, കോളനി വാഴ്ച അറബിക്കടലിൽ എന്നൊക്കെ പറഞ്ഞ് നടത്തിയ കലാപമാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കലാപം. ഗൾഫിലൊരു പീപ്പിൾസ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് വേണം, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഭരണകൂടം വേണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ദോഫർ കലാപം നടന്നത്. അറബ് ദേശീയത, അറബ് നാഷണലിസം എന്ന് പറഞ്ഞൊരു സംഗതിയും അതിൻ്റെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ഈ മാർക്സിസ്റ്റുകൾക്കെതിരെ, ഒമാനിലെ കലാപം കൂട്ടിയ മാർക്സിസ്റ്റുകൾക്കെതിരെ ഇറാനിലെ ഷായാണ് സേനയെ അയച്ച് അത് അടിച്ചമർത്തിയത്. ഒമാനിലെ മാർക്സിസ്റ്റ് കലാപത്തിനെ അടിച്ചമർത്തിയത് ഇറാനിലെ ഷാ ആയിരുന്നു. അപ്പോൾ അന്ന് തൊട്ടുള്ള ബന്ധം ആണ്, അത് ഇതുവരെ മുറിഞ്ഞിട്ടില്ല. 1979 മറ്റേ മതവിപ്ലവം നടന്നല്ലോ ഇറാനിൽ. എന്നിട്ടും ഒമാൻ ഇറാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചില്ല, അത് തുടരുന്നു. GCC ഗൾഫ് സഹകരണ കൗൺസിൽ അംഗമാണ് ഒമാൻ. എന്നിട്ടും സൗദിയുടെ കൂടെ നിന്നില്ല, സൗദിയുടെ കൂടെ നിൽക്കുന്നുമില്ല. അയൽ രാജ്യങ്ങൾക്കൊപ്പവും നിന്നില്ല ഇറാനെതിരായ കലാപത്തിലൊന്നും. അമേരിക്കയ്ക്കൊപ്പവുമാണ് ഇറാനൊപ്പവുമാണ് ഒമാൻ. പാശ്ചാത്യ ശക്തികൾക്കൊപ്പവുമാണ് ഇറാനൊപ്പവുമാണ്. എന്ന് പറഞ്ഞാൽ സമാധാനം കാക്ഷിച്ച് നിൽക്കുന്ന ഒരു നിഷ്പക്ഷ രാജ്യമാണ് ഒമാൻ. അതുകൊണ്ട് ആക്രമിക്കുന്നില്ല. 2015 ആണവ കരാറുണ്ടായല്ലോ അമേരിക്കയും ഇറാനും തമ്മിൽ. ആ ആണവ കരാറിലും മധ്യസ്ഥൻ ഒമാൻ ആയിരുന്നു. ഓരോ ഒമാനും ഇറാനും ഈ രണ്ട് രാജ്യങ്ങളും ഈ ഹോർമുസ് കടലിടുക്കിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണ്, അയൽ രാജ്യങ്ങളാണ്. അപ്പോൾ ഒമാനും ഇറാനും ആ ഹോർമുസിന്റെ സുരക്ഷയിൽ പങ്കുവഹിക്കുന്ന രാജ്യങ്ങളുമാണ്. ഈ ഇറാനും ഒമാനും തമ്മിൽ എണ്ണയ്ക്ക് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്, നടപ്പായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു ബദൽ പദ്ധതിയായിട്ട് അത് വരും. അപ്പോൾ ഇറാനും ഒമാനും പൈപ്പ് ലൈൻ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ ഗ്യാസ് കയറ്റുമതിക്ക് ഒമാൻ ഒരു ഹബ്ബാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഒമാൻ എന്ന് പറഞ്ഞാൽ ഇറാനെതിരെ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയൊക്കെ ഉപരോധം ഉണ്ടല്ലോ. അപ്പോൾ ഒമാന് പൈപ്പ് ലൈൻ വഴി ഇറാൻ എണ്ണ കൊടുക്കുക, അങ്ങനെ കച്ചവടം നടക്കുക. ഉപരോധത്തിന് മറികടക്കാനുള്ള ഒരു വിദ്യയാണ് ആ ഇറാൻ ഒമാൻ പൈപ്പ് ലൈൻ പദ്ധതി. അപ്പോൾ ഉപരോധത്തിൽപ്പെട്ട ഇറാന് വിപണി തുറന്നു കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഒമാൻ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്
ഒമാനെ ആക്രമിക്കാത്തത്? ടൂറിസം, ട്രേഡ്, ഷിപ്പിംഗ് ഇതൊക്കെ ഒമാൻ വഴി നടന്നോളും എന്ന് ഇറാൻ കാണുന്നു. യമൻ, സിറിയ, ഈ അങ്ങനെ താവളങ്ങൾ കൊടുക്കൽ, അതിലൊന്നും ഒമാനില്ല. ഇറാനെതിരായ അമേരിക്കൻ താവളം അതൊന്നും ഒമാനിലില്ല. അതുപോലെ യമൻ, സിറിയ തുടങ്ങിയിട്ടുള്ള ഈ നിഴൽ പരിപാടികളുണ്ടല്ലോ, അതിനൊന്നും ഒമാൻ ഇല്ല. 2002 നവംബറിൽ മുൻ ഭരണാധികാരി സുൽത്താൻ ഖുബൂസ് ബിൻ സയ്യിദ് 2002 നവംബറിൽ പറഞ്ഞിരുന്നു, നമ്മുടെ വിദേശ നയം എപ്പോഴും ന്യായത്തിൻ്റെ കൂടെയായിരിക്കും. ഒമാൻ്റെ വിദേശ നയം സമാധാനത്തിനൊപ്പവുമായിരിക്കും എന്ന് പറഞ്ഞു. അത് തുടരുകയാണ് ഇപ്പോഴും ഒമാൻ. അപ്പോൾ അത് ഒരു സമാധാനത്തിൻ്റെ തുരുത്തായിട്ട് ഒമാൻ മാർക്സിസ്റ്റ് വിപ്ലവത്തിൻ്റെ കെടുതികളും കൂടി കണ്ട ഒരു രാജ്യമാണ് ഒമാൻ. എല്ലായ്പ്പോഴും ഇറാൻ ഒമാനെ വല്ലാതെ വിശ്വസിക്കുകയും ചെയ്തു. കാരണം എല്ലായ്പ്പോഴും ഈ പറയുന്ന മധ്യസ്ഥ ചർച്ച നടത്തുമ്പം ഒമാൻ്റെ ഇടപെടൽ ഉള്ളത് കൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് പരമാവധി നീങ്ങി നിൽക്കും. കാരണം യുദ്ധം എപ്പോഴും കെടുതികൾ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് പോകരുതെന്ന് ഇറാനും ആഗ്രഹമുണ്ട്. കാരണം അമേരിക്ക എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതും നിങ്ങളുടെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് പദ്ധതി ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ എതിർത്ത് നിന്നത് ഇറാൻ്റെ ഒരു ഒമാൻ്റെ മധ്യസ്ഥ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് ഇറാൻ ഒരു വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. ആത്മവിശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പം യുദ്ധം ഉണ്ടായതിനെ പറ്റി ഒരു പുതിയ വിവരം വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ജനീവയിൽ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച 3ാം വട്ടം സമാധാന ചർച്ച നടന്നല്ലോ, അമേരിക്കയും ഇറാനും തമ്മിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ. ഇത് നല്ല പ്രോഗ്രസ് ഉണ്ടായി എന്നൊക്കെ വാർത്തകൾ വന്നപ്പോഴും ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞിരുന്നു. അതായത് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി ഇനിയും ചർച്ചകൾ തുടരും എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടാണ് ചർച്ച പിരിഞ്ഞത്. ഈ ആഴ്ച വിയന്നയിൽ അടുത്ത വട്ടം ചർച്ച നടത്താനായിട്ട് തീരുമാനിച്ചിട്ടാണ് ഇവർ പിരിയുന്നത് ജനീവയിൽ നിന്ന്. അപ്പോ ആ സമയത്ത് രാജ്യാന്തര ആണവ ഏജൻസി IAEA ഒരു രഹസ്യ റിപ്പോർട്ട് ആ രാജ്യാന്തര ആണവ ഏജൻസിയിലെ അംഗരാജ്യങ്ങൾക്ക് കിട്ടി എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഇസ്ഫഹാനിലെ ഭൂഗർഭത്തില് തുരങ്കത്തില് ആണവ സമ്പുഷ്ടീകരണം, അണുബോംബ് നിർമ്മാണത്തിൻ്റെ അടുത്തെത്തി എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എങ്കിലിപ്പോൾ അടിക്കുക എന്ന് ഇസ്രയേലും അമേരിക്കയും ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ഈ സ്റ്റീവ് വിറ്റ്കോഫ്, മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ എൻവോയി, പിന്നെ ജറേദ് കുഷ്നർ മരുമകൻ ചർച്ചയിൽ പങ്കെടുത്തിരുന്നല്ലോ, ട്രംപിന്റെ മരുമകൻ, പിന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അരാക്ചി, ഇവർ പല മണിക്കൂർ ചർച്ച ചെയ്തു. രാജ്യാന്തര ആണവ ഏജൻസിയുടെ ഡയറക്ടർ റഫേൽ ഗ്രോസിയും ഈ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. റഫേൽ ഗ്രോസിയും. അപ്പോൾ ഈ ചർച്ച തീർന്നപ്പോൾ അമേരിക്കക്ക് നിരാശയും ഇറാന് സന്തോഷവുമായിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാജ്യാന്തര ആണവ ഏജൻസിയുടെ റിപ്പോർട്ട് കയ്യിൽ കിട്ടി, അമേരിക്കയുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു റിപ്പോർട്ടിൽ അടിയന്തരമായിട്ട് ഇറാനിൽ പരിശോധന വേണം, പ്രത്യേകിച്ച് ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ. പുതിയ ആണവ കേന്ദ്രമാണ്. അവിടെ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ പ്ലാന്റ് അതിൻ്റെ പണി ഒക്കെ തീർന്നിരിക്കുന്നു, അവിടെ സംഭരിച്ചിരിക്കുന്നു, സമ്പുഷ്ടീകരിച്ച യുറേനിയം സംഭരിച്ചിരിക്കുന്നു. അപ്പോൾ ടണലുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇസ്ഫഹാൻ ന്യൂക്ലിയർ ടെക്നിക്കൽ റിസർച്ച് സെന്റർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ജൂണിൽ 3 സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. അപ്പോൾ അതിൽ ഇസ്ഫഹാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 4ാമത്തെ ഈ സമ്പുഷ്ടീകരണ കേന്ദ്രം, അതേപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ട്രംപ് പറഞ്ഞു, ഇറാൻ ഞങ്ങൾക്ക് വേണ്ടത് തന്നില്ല, തൃപ്തിയില്ല എന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ടാണ് ഉടൻ ഈ ആക്രമണം ഉണ്ടാക്കിയത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.